വേൾഡിലെ ഏറ്റവും ഗ്രോവിങ് എക്കോണമിയാണ് ഇന്ത്യ. ഇപ്പോൾ നമ്മൾ പല കുട്ടികളും പുറത്തേക്ക് പോകുന്നത് കാനഡയ്ക്ക് പോകുന്നുണ്ട്, UK പോകുന്നുണ്ട്, ഓസ്ട്രേലിയ പോകുന്നുണ്ട്. അവരുടെയൊക്കെ എക്കോണമി എന്ന് പറയുന്നത് ഇസ് നോ ഗ്രോത്ത് റേറ്റ്. ആൻഡ് നമ്മളത് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുവാണെങ്കിൽ അവരെ അട്രാക്ട് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ അവർ പഠിച്ച കാര്യങ്ങളുമായിട്ട് ജോലി ചെയ്യുന്ന വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അവന് കറൻസിയുടെ കറൻസി കൺവേർഷനുള്ള ഒരു ബെനിഫിറ്റ്, അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അതൊക്കെ കണ്ടിട്ടാണ് ആൾക്കാർ പോകുന്നത്. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്ന ഇന്ത്യ ഇപ്പോൾ വേൾഡിലെ തന്നെ ഗ്രോത്ത് റേറ്റിൽ, അല്ലെങ്കിൽ നമ്മുടെ എക്കോണമിയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് വേൾഡിലെ വൺ ഓഫ് ദി ടോപ്പ് 5 എക്കോണമീസ് ഇൻ ദ വേൾഡ്. അപ്പോൾ ആ ഒരു ആംബിൾ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യയിലുണ്ട്. അതുപോലെ തന്നെ പുറത്തൊരു അണ്ടർ ഗ്രാജുവേഷൻ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ ഏകദേശം 40-50 ലക്ഷം രൂപ, 55 ലക്ഷം രൂപയോളം സ്പെൻഡ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോഴ്സ് അത്രയും എക്സ്പെൻസീവ് അല്ല. അത് മാത്രമല്ല, ഈ പഠിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് പഠിക്കാനുള്ള ജോലി ചെയ്ത് അവിടുത്തെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള പ്രഷർ വരുന്നു. കാരണം ഒരു കുട്ടീനെ ഒരു പേരൻറ്റ് വിട്ട് കഴിയുമ്പോൾ അവർ സ്റ്റുഡൻറ്റ് ഫീസ്, കോഴ്സ് ഫീസ് അടച്ചിട്ടാണ് വിടുന്നത്. എല്ലാ മാസവും എക്സ്പെൻസിന് പൈസ ആരും അയച്ചു കൊടുക്കുന്നില്ല.